Good morning, students. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് എന്ത് റിനൈസൻസ് ഇൻ സയൻസ്, അതായത് നവോത്ഥാനം ശാസ്ത്രത്തിൽ. യു ഹാവ് ലേൺ ദാറ്റ് ദ സൺ ഈസ് ദ സെന്റർ ഓഫ് സോളാർ സിസ്റ്റം, അതായത് സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്നത് ഇത് നമ്മൾ പഠിച്ചു. ആൻഡ് ഓൾ പ്ലാനറ്റ്സ് ഇൻക്ലൂഡ് ദ എർത്ത് റിവോൾവ് അറൌണ്ട് ഇറ്റ് ഹാവ് അല്ലെ. അതുപോലെ തന്നെ ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ സൂര്യനെ പ്രദക്ഷിണം വെക്കുന്ന അല്ലെങ്കിൽ വലയം വെക്കുന്നു എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ബട്ട് ഫോർമലി ഇറ്റ് വാസ് ബിലീവ്ഡ് ദാറ്റ് ദ എർത്ത് വാസ് ദ സെന്റർ ഓഫ് ദി യൂണിവേഴ്സ്, അതായത് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന ധാരണയായിരുന്നു എന്ത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോ പറയുന്നത് എന്താണ്? Formally, it was believed that the earth was the center of the universe. യൂണിവേഴ്സ് പ്രപഞ്ചം. അപ്പോ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്നാണ് ആദ്യകാലങ്ങളിൽ വിശ്വസിച്ചിരുന്നത്. ഇൻ ദ റിനൈസൻസ് പീരീഡ്, നവോത്ഥാന കാലഘട്ടത്തിൽ ദിസ് ബിലീവ് വാസ് പ്രൂവൺ ഫാൾസ് അല്ലെ. അതായത് ഈ ഒരു ആശയം എന്ത് ചെയ്തു? നവോത്ഥാന കാലഘട്ടത്തിൽ തെറ്റാണെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തു. കോപ്പർനിക്കസ് propounded the theory of the solar system. എന്ത് ചെയ്തിട്ടുണ്ട്? കോപ്പർനിക്കസ് the theory of the solar system, അതായത് സൗരയൂഥ സിദ്ധാന്തം എന്ത് ചെയ്തു? കൊണ്ടുവരികയും ചെയ്തു. ആൻഡ് announced that the earth revolved around the sun. അദ്ദേഹം എന്ത് ചെയ്തു? സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്ന് സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോ ആദ്യകാല മനുഷ്യർ പറഞ്ഞെന്താണ്? ഭൂമിയാണ് പ്രപഞ്ച കേന്ദ്രം എന്നാണ്. എന്നാൽ എന്ത് ചെയ്തു? കോപ്പർനിക്കസ് സൗരയൂഥ സിദ്ധാന്തത്തിലൂടെ എന്ത് ചെയ്തു? അത് തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് അദ്ദേഹം പുതിയ സിദ്ധാന്തം എന്ത് ചെയ്താണ് കൊണ്ടുവന്നു. അതായത് സൗരയൂഥ സിദ്ധാന്തം. അതിലൂടെ അദ്ദേഹം കണ്ടെത്തിയത് സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്ന്. ലേറ്റർ, അതിനുശേഷം ഗലീലിയോ ഗലീലി ഇൻവെന്റഡ് ദ ടെലസ്കോപ്പ്. അതിനുശേഷം എന്ത് ചെയ്തു? ഗലീലിയോ ഗലീലി ടെലസ്കോപ്പ് കണ്ടെത്തി. ആൻഡ് യൂസിങ് ഇറ്റ് ഹി സയന്റിഫിക്കലി പ്രൂവ്ഡ് ദാറ്റ് ദ തിയറി പുട്ട് ഫോർവേഡ് ബൈ കോപ്പർനിക്കസ് വാസ് ട്രൂ. അതായത് ആ ഗലീലിയോ ഗലീലി ടെലിസ്കോപ്പ് കൊണ്ടുവന്നതിലൂടെ അദ്ദേഹം സൗരയൂഥ സിദ്ധാന്തം, അതായത് കോപ്പർനിക്കസ് കൊണ്ടുവന്നിട്ടുള്ള സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് എന്ത് ചെയ്തു? സയന്റിഫിക്കലി പ്രൂവ്ഡ്, ശാസ്ത്രീയമായിട്ട് തെളിയിച്ചു. It became easier to propagate the Renaissance ideas widely among the masses with the invention of the printing press by Gutenberg. ഗുട്ടൻബർഗ് എന്ത് ചെയ്തു? അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ചതോടെ എന്ത് ചെയ്തു? നവോത്ഥാന ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. അപ്പോ റിനൈസൻസ് ഐഡിയാസ് വൈഡ്ലി എമംഗ് ദ മാസസ് അല്ലെ വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് ദി പ്രിന്റിംഗ് പ്രസ് ബൈ ഗുട്ടൻബർഗ്. ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതോടുകൂടി നവോത്ഥാന ആശയങ്ങൾ എന്ത് ചെയ്തു? കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. ഇനി നമുക്ക് സൈഡിൽ ഒരു പിക്ചർ കാണുന്നുണ്ടല്ലേ, അതായത് ഗലീലി കണ്ടെത്തിയ ടെലിസ്കോപ്പ്, അതുപോലെ ഗുട്ടൻബർഗിന്റെ അച്ചടി യന്ത്രം എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാം. ഈ ചാപ്റ്റർ, ഈ പാഠഭാഗമൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ എക്സാമിനും എന്ത് ചെയ്യും? ചോദിക്കും. ഇനി നമുക്ക് ദ സ്റ്റോറി ഓഫ് പ്രിന്റിംഗ് മെഷീൻ. പ്രിന്റിംഗ് മെഷീൻ അല്ലെ, ഒരു വസ്തു ആദ്യമായിട്ട് കണ്ടുപിടിക്കുമ്പോൾ എന്തുണ്ടാവും? അതിന് പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ടാവും. നമുക്ക് എന്താണ് നോക്കാം. The printing press was invented by a German blacksmith Johannes Gutenberg in അല്ലെ. അപ്പോ 1439 എന്ത് ചെയ്തിട്ടുണ്ട്? ജർമ്മനിയിലെ ലോഹപ്പണിക്കാരനായിരുന്ന ജോഹന്നാസ് ഗുട്ടൻബർഗ് എന്ത് ചെയ്തു? അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് റീപ്ലേസബിൾ വുഡൻ ആൽഫബറ്റ്. എന്തായിരുന്നു? മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഇളക്കി മാറ്റാവുന്ന അക്ഷരങ്ങളാണ് എന്ത് അന്ന് ഉപയോഗിച്ചത്. The invention of printing created a new reading culture. അതായത് ഈ അച്ചടിയന്ത്രമൊക്കെ കണ്ടുപിടിച്ചതോട് കൂടി എന്ത് ചെയ്തു? വായന എന്നൊരു പുതിയ സംസ്കാരം എന്ത് ചെയ്തു? ഉയർന്നു വരികയും ചെയ്തു. This resulted, ഇതിന്റെ ഫലമാണ് in revolutionary changes in the diffusion of knowledge. എന്ത് ചെയ്തിട്ടുണ്ട്? നവോത്ഥാന കാലഘട്ടത്തില്, അതായത് മനുഷ്യരുടെ ആശയവിനിമയത്തിൽ എന്ത് ചെയ്തു? ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഉണ്ടായി. ഗ്രാജുവലി, സാവധാനം, ദ ടെക്നോളജി സ്പ്രെഡ് ടു ദ അതർ. എന്ത് ചെയ്തു? ഈ സാങ്കേതിക വിദ്യ ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്ക്, അതായത് മറ്റു ഭാഗങ്ങളിലേക്കും ഈ സാങ്കേതിക വിദ്യ വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് നെക്സ്റ്റ് പേജിൽ നമുക്ക് കാണാം ദ റിഫോർമേഷൻ അല്ലെ, മത നവീകരണം. എന്താണ് മത നവീകരണം അല്ലെങ്കിൽ റിഫോർമേഷൻ എന്താന്ന് നമുക്ക് നോക്കാം.
The Renaissance had a say in the religious sphere also. അതായത് നവോത്ഥാന ആശയങ്ങൾ എന്ത് ചെയ്തു മതരംഗത്തും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. The refinement underwent by the European Christianity in the 16th century is known as the Reformation. അതായത് 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിന്റെ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ്കരണമാണെന്ത് മതനവീകരണം എന്നറിയുന്നത്. The refinement പരിഷ്കരണം underwent by the European Christianity എവിടെയാണ് യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റിയിലെ ഇൻ ദ 16th century അതായത് 16-ാം നൂറ്റാണ്ടില് അല്ലെ. അപ്പോ 16-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിൽ ഉണ്ടായിട്ടുള്ള പരിഷ്കരണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് റിഫോർമേഷൻ എന്ന് പറയുന്നത്. മാർട്ടിൻ ലൂതർ ലെഡ് ദിസ് മൂവ്മെന്റ് വിച്ച് ബിഗാൻ ഇൻ ജർമ്മനി. ജർമ്മനിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇത് ആരംഭിച്ചിട്ടുള്ളത് റിഫോർമേഷൻ ആരംഭിച്ചിട്ടുള്ളത്. ഈ റിഫോർമേഷന് നേതൃത്വം നൽകിയത് ആരായിരുന്നു മാർട്ടിൻ ലൂതർ ആയിരുന്നു. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളതാണ് ഇൻ സെർച്ച് ഓഫ് സീ റൂട്ട്സ് അതായത് സമുദ്രമാർഗങ്ങൾ തേടി. We have seen that the Turks had conquered Constantinople അല്ലെ. അപ്പോ നമ്മൾ മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയെന്ന്. ദിസ് dismantled the trade relation between യൂറോപ്പ് ആൻഡ് ഏഷ്യ. അപ്പോ എന്ത് ചെയ്തു തുർക്കികള് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതിനെ തുടർന്ന് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾക്ക് എന്ത് ചെയ്തു കോട്ടം തട്ടി അല്ലെങ്കിൽ തകർച്ച നേരിട്ടു. ഇറ്റ് നെസസിറ്റേറ്റഡ് ദ യൂറോപ്യൻ ട്രേഡേഴ്സ് ടു ഡിസ്കവർ ന്യൂ സീ റൂട്ട്സ് ടു ഏഷ്യ. അപ്പോ ഇത്തരത്തില് തകർച്ചകൾ നേരിട്ടപ്പോൾ എന്ത് ചെയ്തു അവര് പുതിയ വാണിജ്യ മാർഗങ്ങൾ കണ്ടെത്താൻ യൂറോപ്യന്മാര് നിർബന്ധിതരാക്കി. എങ്ങോട്ടേക്ക് ടു ഏഷ്യയിലേക്ക്. ദ ഇൻവെൻഷൻ ഓഫ് ദി കോമ്പസ് എന്ത് ചെയ്തു കോമ്പസിന്റെ കണ്ടുപിടുത്തവും ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് അഡ്വഞ്ചർ അൺകവേർഡ് അൺനോൺ ദ റൂട്ട്സ് അതായത് വടക്കു നോക്കി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തവും സാഹസിക സഞ്ചാരത്തോടുള്ള താല്പര്യവും എന്ത് ചെയ്തിട്ടുണ്ട് പുതിയ സഞ്ചാര മാർഗങ്ങളും അതുപോലെ ഓഷ്യൻ ആൻഡ് കോണ്ടിനെന്റ് സമുദ്രങ്ങളും വൻകരകളും മനുഷ്യന് പരിചിതമായി. അപ്പോ ചുരുക്കി പറയുകയാണെങ്കിൽ തുർക്കി കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയപ്പോ ഏഷ്യയും യൂറോപ്പുമായിട്ടുള്ള വ്യാപാര ബന്ധം തകരുകയും ഇതേ തുടർന്ന് അവർ ഏഷ്യയുമായിട്ട് വീണ്ടും വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു പുതിയ മാർഗങ്ങൾ സമുദ്രത്തിലൂടെയുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. അപ്പൊ ഇതിന് അവരെന്തൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് വടക്ക് നോക്കിയ യന്ത്രത്തിന്റെ കണ്ടുപിടുത്തം. പിന്നെ അവർക്ക് സാഹസിക സഞ്ചാരത്തോട് അതായത് ലോകം ചുറ്റിക്കറങ്ങാൻ താല്പര്യമുള്ളവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സമുദ്രങ്ങളും വൻകരകളൊക്കെ എന്ത് ചെയ്തു അവർ പുതിയ പുതിയ വൻകരകളൊക്കെ കണ്ടെത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. The Renaissance in the field of science led to the invention of new machines. നവോത്ഥാന രംഗത്തെ തുടർന്നത് ശാസ്ത്ര രംഗത്തുണ്ടായ പുരോഗതി പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. അപ്പോ the Renaissance in the field of science led to the invention of new machines. അതായത് നവോത്ഥാനത്തെ തുടർന്ന് ശാസ്ത്ര രംഗത്തുണ്ടായ പുരോഗതി പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണം. which brought about immense change in the field of production. അപ്പോ ഈ യന്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചതോടുകൂടി എന്ത് ചെയ്തു ഉൽപാദന രംഗത്ത് വലിയ മാറ്റം സംഭവിക്കുകയാണ് ചെയ്തത്. കോൺസിക്വന്റ്ലി അതിനെ തുടർന്ന് പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് ഉൽപാദനം വർദ്ധിച്ചു. while the cost of production decreased എന്ത് ചെയ്തു ഉൽപാദന ചെലവ് എന്ത് ചെയ്തു കുറഞ്ഞു. അപ്പോ തൊഴിലാളികളുടെ എണ്ണം അവിടെ എന്ത് ചെയ്യാണ് കുറയാണ്. തൊഴിലാളികൾക്ക് പകരം അവിടെ എന്ത് ഉപയോഗിക്കാൻ തുടങ്ങി മെഷീൻസുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതാണ് അവിടെ പറയുന്നത്. അപ്പൊ മെഷീനാവുമ്പോ ഉൽപാദനം വർദ്ധിക്കും ചെലവ് എന്ത് ചെയ്യും കുറയുകയും ചെയ്യുന്നുണ്ട്. Such changes in the field of production assured in the industrial revolution. അപ്പോ ഇത്തരത്തിൽ ഉൽപാദന രംഗത്തുണ്ടായ മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് വ്യവസായ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റ് ബിഗാൻ ഇൻ ഇംഗ്ലണ്ട്. എവിടെയാണ് ഇത് ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്. ആൻഡ് റെവല്യൂഷണലൈസ്ഡ് പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ് എന്ത് ചെയ്തു ഇതേ തുടർന്ന് വാണിജ്യ രംഗത്ത് വലിയ മാറ്റങ്ങളെ ഉണ്ടായി. നെക്സ്റ്റ് നോക്കും ഇൻവെൻഷൻസ് ഡ്യൂറിംഗ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അപ്പോ വ്യവസായ വിപ്ലവ കാലത്തെ പ്രധാന കണ്ടുപിടുത്തങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ഒരു പിക്ചർ കാണുന്നുണ്ടല്ലേ സ്പിന്നിങ് ചെന്നി സ്റ്റീം എഞ്ചിൻ ആവിയന്ത്രം.
ഇനി ഈ ഭാഗത്ത് അതായത് വ്യവസായ വിപ്ലവകാലത്തെ കണ്ടുപിടുത്തൽ ഇൻവെൻഷൻ ഡ്യൂറിങ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അപ്പൊ എന്തൊക്കെയാണ് ആ കണ്ടുപിടുത്തങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, അതിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻവെൻഷൻ ഡ്യൂറിങ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സയന്റിസ്റ്റ്. അപ്പോ ഈ സയന്റിസ്റ്റുകൾ അതായത് ശാസ്ത്രജ്ഞന്മാർ എന്തൊക്കെ കണ്ടുപിടിച്ചതെന്ന് നമുക്ക് കാണാം. ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെ, സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ്, ദെൻ സ്റ്റീം എൻജിൻ ജെയിംസ് വാട്ട്, ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീഫൻ. അപ്പോ ജോൺ കെ കണ്ടെത്തിയത് എന്താണ്? ഫ്ലൈയിങ് ഷട്ടിൽ, അതുപോലെ സ്പിന്നിങ് ജെന്നിയോ ജെയിംസ് ഹാർഗ്രീവ്സ്, സ്റ്റീം എൻജിൻ ജെയിംസ് വാട്ട്, ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ. അപ്പോ ഇവരാണ് എന്ത് ചെയ്തത്? ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോ നമ്മള് ഈ ചാപ്റ്ററിൽ ഒരുപാട് അതായത് എന്താണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി അവര് ഇറ്റലിയിലേക്ക് പോയതും, അതുപോലെ റിനൈസൻസ് എന്താണ്, ഹ്യൂമനിസം, അതുപോലെ ആ കാലഘട്ടത്തിൽ റിനൈസൻസ് കാലഘട്ടത്തിൽ ശാസ്ത്രത്തിലും സാഹിത്യത്തിലും ആർട്ടിലും സയൻസിലൊക്കെ ഉണ്ടായ പുരോഗതികൾ, ഇവയെ കുറിച്ചൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഈ പാഠഭാഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ വളരെ കുറച്ച് ഭാഗമുള്ള ഒരു ചാപ്റ്ററാണിത്. പക്ഷെ ഇതിലുള്ള എല്ലാ പാഠഭാഗങ്ങളും എന്തുതന്നെയാണ്? വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇതിന്റെ ലാസ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കൂലേ ലെറ്റസ് എന്നുള്ള, അതായത് എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ആൻസറുകൾ അതൊക്കെ നമ്മൾ അന്നാന്ന് എടുക്കുന്ന നോട്ട് നമ്മൾ എഴുതി പോകണ്ടല്ലോ. ആ നോട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പാഠഭാഗത്തിന്റെ നോട്ട് എന്ത് ചെയ്യും? ഞാൻ നിങ്ങൾക്ക് തരും. അപ്പൊ ഇതുവരെയുള്ള എല്ലാ നോട്ട്സും എല്ലാവരും എന്ത് ചെയ്യാ? നന്നായിട്ട് വായിച്ച് പഠിച്ച്. നമുക്കറിയാം ജൂൺ ലാസ്റ്റോ ജൂലൈ ഫസ്റ്റോ ഒക്കെ ആയിട്ട് എന്തുണ്ട്? നമുക്ക് ഒരു എക്സാം ഉണ്ട് അല്ലെ? അത് ഇപ്പൊ തന്നെ എല്ലാ സബ്ജക്റ്റും പഠിച്ചു പോകാൻ നമുക്ക് ഒരു ഭാരം ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? മറ്റത് ആ സമയത്ത് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ഒരു ഭാരമായിട്ട് നമുക്ക് മാറും. അപ്പോൾ ഒരു ചാപ്റ്റർ ഉള്ളെങ്കിലും ഒരുപാട് പഠിക്കാനുണ്ടാവും ഓരോ സബ്ജക്റ്റിനും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക.